ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ലോകത്തുള്ള മതങ്ങളിൽ വെച്ച് ജനസംഖ്യയുടെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മതം ക്രിസ്ത്യാനിസമാണെന്നതിൽ സംശയമില്ല. ജനവാസമുള്ള 6 ഭൂഖണ്ഡങ്ങളിലും ക്രിസ്ത്യാനിസത്തിന്റെ സാന്നിധ്യം കാണാൻ സാധിക്കും. കണക്കുകൾ പരിശോധിക്കുമ്പോൾ വിശുദ്ധ ഇസ്ലാം 2ാം സ്ഥാനത്താണ്. അമേരിക്കയിലും യൂറോപ്പിലും ക്രിസ്ത്യാനിസത്തിന് തന്നെയാണ് ഇന്ന് കൂടുതൽ ജനസംഖ്യയുള്ളത്. എന്നാൽ അടുത്ത കാലത്തായി അമേരിക്കയിലെ വാഷിംഗ്ടണിൽ പ്രവർത്തിക്കുന്ന പ്യൂ റിസർച്ച് സെന്റർ നടത്തിയ കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. വരുന്ന കുറച്ച് കാലയളവുകൾക്കുള്ളിൽ വിശുദ്ധ ഇസ്ലാം ക്രിസ്ത്യാനിസത്തെ മറികടക്കുകയും ലോകത്തെ 1ാമത്തെ മതമായി ഇസ്ലാം മാറുകയും ചെയ്യുമെന്ന് പ്യൂ റിസർച്ച് സെന്ററിന്റെ പഠനം വ്യക്തമാക്കുന്നുണ്ട്. വൈ മുസ്ലിംസ് ആർ ദ വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോവിംഗ് റിലീജിയസ് ഗ്രൂപ്പ്, അഥവാ ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന മതവിഭാഗം എന്തുകൊണ്ട് മുസ്ലിംകളാകുന്നു എന്ന ശീർഷകത്തിൽ 2017 റിസർച്ച് സെന്റർ എഡിറ്റോറിയൽ മാനേജർ മീക്കായിൽ ലിപ്കയും അസോസിയേറ്റ് ഡയറക്ടർ കോൺറാഡ് ഹാക്കറ്റും കൂടി തയ്യാറാക്കിയ പഠനത്തിൽ നമുക്ക് ഇപ്രകാരം വായിക്കാം. In the next half century or so, Christianity's long reign as the world's largest religion may come to end. അടുത്ത അരനൂറ്റാണ്ടിലോ അതിൽ കൂടുതലോ കാലയളവിനിടയ്ക്ക് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള ക്രിസ്ത്യാനിസത്തിന്റെ ആദ്യ പദവി നഷ്ടപ്പെട്ടേക്കാം. Indeed, Muslims will grow more than twice as fast as the overall world population between 2015 and 60. തീർച്ചയായും മുസ്ലിംകൾ 2015 2060 ഇടയ്ക്ക് ലോകത്തിന്റെ മൊത്തം ജനസംഖ്യാ വളർച്ചയുടെ ഇരട്ടിയിലധികം വേഗത്തിൽ വർദ്ധിക്കുകയും ഈ നൂറ്റാണ്ടിന്റെ 2ാം പകുതിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ മതവിഭാഗമെന്ന നിലയിൽ വളരുകയും ചെയ്യും. In the second half of this century will likely surpass Christians as the world's largest religious group. ഈ നൂറ്റാണ്ടിന്റെ 2ാം പകുതിയിൽ മുസ്ലിംകൾ ക്രിസ്ത്യാനികളെ മറികടക്കുകയും 1ാം സ്ഥാനത്തെത്തുകയും ചെയ്യും. പ്യൂ റിസർച്ച് സെന്റർ തന്നെ നടത്തിയ ദ ഗ്ലോബൽ റിലീജിയസ് ലാൻഡ്സ്കേപ്പ് എന്ന പഠനത്തിലും നമുക്ക് ഇപ്രകാരം തന്നെ വായിക്കാൻ കഴിയും. ലോകത്ത് ജനസംഖ്യയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന മതം ക്രിസ്ത്യാനിസവും 2ാം സ്ഥാനത്തുള്ളത് മുസ്ലിംകളുമാണ്. ലോകത്തിന്റെ മൊത്തം ജനസംഖ്യയുടെ 31.5% ക്രിസ്ത്യാനികളാണ് ലോകത്ത് ഉണ്ടായിരുന്നതെങ്കിൽ തൊട്ടു താഴെ തന്നെ 23.2% മുസ്ലിംകളും ഉണ്ടായിരുന്നു. എന്നാൽ 2060 ആകുമ്പോഴേക്കും ഇസ്ലാമിന്റെ ജനസംഖ്യ വിസ്മയാവഹമായ രീതിയിൽ വർദ്ധിക്കുമെന്നും ക്രിസ്തീയർ 2ാം സ്ഥാനത്താകുമെന്നുമുള്ള ഞെട്ടിപ്പിക്കുന്ന പ്രഖ്യാപനമാണ് പ്യൂ റിസർച്ച് സെന്റർ നടത്തിയിരിക്കുന്നത്. അനുസ്യൂതം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന യൂറോപ്പിലേക്കുള്ള മുസ്ലിം കുടിയേറ്റവും അമേരിക്കയടക്കമുള്ള രാഷ്ട്രങ്ങളിലെ മുസ്ലിം ജനസംഖ്യയിലുള്ള വർധനവുമാണത്രേ ഇസ്ലാമിന്റെ വളർച്ച ദ്രുതഗതിയിലാണെന്ന നിഗമനത്തിനാധാരം. കേവലം 53 വർഷം കൊണ്ട് നിലവിലുള്ള സാഹചര്യം മാറിമറിയുകയും ഇസ്ലാം 1ാം സ്ഥാനത്താവുകയും ചെയ്യുമെന്ന പഠനം വ്യക്തമാക്കുന്നു. ശാസ്ത്രരംഗത്തും സൈദ്ധാന്തിക രംഗത്തുമൊക്കെയായി നിരവധി ജനങ്ങൾ ഇസ്ലാം ആശ്ലേഷിക്കുകയും ക്രിസ്ത്യാനിസം ഉപേക്ഷിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ ഇതിന് കാരണമായി പഠനം വ്യക്തമാക്കുന്നത്. 2010 കണക്കുകൾ പ്രകാരം ക്രിസ്ത്യാനികൾ 220 കോടിയായിരുന്നു ലോകത്ത് എങ്കിൽ മുസ്ലിംകൾ 160 കോടിയോളം ഉണ്ടായിരുന്നു. മറ്റു മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മുസ്ലിംകൾക്ക് കുട്ടികൾ പിറക്കുന്നത് കൂടുതലാണ് എന്നതും ഈ ജനസംഖ്യാ വർധനവിന് കാരണമായി പ്യൂ റിസർച്ച് സെന്ററിന്റെ പഠനം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. Babies born to Muslims will begin to outnumber Christian births by 2036. 2035 മുസ്ലിംകൾക്ക് പിറക്കുന്ന കുഞ്ഞുങ്ങൾ ക്രിസ്തീയരെക്കാൾ പെരുകുമെന്ന് ദ ചേഞ്ചിങ് ഗ്ലോബൽ റിലീജിയസ് ലാൻഡ്സ്കേപ്പ് എന്ന പഠനത്തിൽ പ്യൂ റിസർച്ച് സെന്റർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ക്രിസ്തുമതത്തിൽ ജനന നിരക്ക് വർദ്ധിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനേക്കാൾ അധികം മരണനിരക്ക് കൂടി വരുമ്പോഴാണ് റിസർച്ച് സെന്ററിന്റെ ഈ നിരീക്ഷണം നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടുന്നത്. മുസ്ലിം വിരുദ്ധ ശക്തികൾ കൂടുതലുള്ള അമേരിക്കയും യൂറോപ്പും പോലുള്ള ഭൂഖണ്ഡങ്ങളിൽ ജനങ്ങൾ ക്രിസ്തുമതം ഉപേക്ഷിക്കുകയും ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്യുന്നു എന്നതാണ് ഇസ്ലാമിന്റെ ജനസംഖ്യ 2060 വൻതോതിൽ കുതിച്ചുയരുമെന്ന നിരീക്ഷണത്തിലേക്ക് റിസർച്ച് സെന്ററിനെ എത്തിക്കുന്നത്. ചുരുക്കത്തിൽ വിശുദ്ധ ഇസ്ലാം ലോകത്ത് തഴച്ചു വളരുകയും ക്രിസ്ത്യാനിസത്തെ മറികടക്കുകയും ചെയ്യുമെന്ന് പഠനം വ്യക്തമാക്കുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിന്റെ ശേഷം അമേരിക്കയിലേക്കുള്ള മുസ്ലിം കുടിയേറ്റ നിയന്ത്രണങ്ങൾ ശക്തമായി വർദ്ധിക്കുകയും ചെയ്തതിന്റെ കാരണം ഇതായിരിക്കാം. മുസ്ലിങ്ങൾ വളരുകയും ലോകത്തെ വൻ ശക്തിയായി മാറുകയും ചെയ്യുമെന്നുള്ള ഭീതിയാണ് പലപ്പോഴും അമേരിക്ക പോലുള്ള വൻകിട രാഷ്ട്രങ്ങൾക്കിടയിൽ ഇസ്ലാം ഭീതിയായി മാറുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലോക പോലീസ് ചമയുന്ന അമേരിക്കയടക്കമുള്ള വൻകിട രാഷ്ട്രങ്ങൾ
വിശുദ്ധ ഇസ്ലാമിനെ കരിവാരിത്തേക്കാനും ഇസ്ലാമിനെ കൊഞ്ഞനം കുത്താനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആഗോള ശക്തികൾ ഇസ്ലാമിനെ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോഴും തഴച്ചു വളരുന്ന ഇസ്ലാം മുസ്ലിംകൾക്ക് പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായ മതം ഇസ്ലാമാണ്. ആ ഇസ്ലാമിനെ നാഥൻ നിലനിർത്തുക തന്നെ ചെയ്യും. കൂടുതൽ ഇസ്ലാമിക വിഷയങ്ങളും പ്രഭാഷണങ്ങളും കേൾക്കാൻ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയൊരു വിഷയവുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.